എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം അമ്മ സംഘടനയിലെ ഇപ്പോഴത്തെ തർക്കത്തിനുള്ള കാരണം എന്താ നോക്കാം. പശ്ചാത്തലം ഇതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2024 ഓഗസ്റ്റ് മാസം പുറത്തു വന്നതിന് പിന്നാലെ മോഹൻലാലും അവരുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രാജിവെച്ചിരുന്നു. അതിനുശേഷം 2024 ജൂണിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോൻ ആദ്യ വനിതാ പ്രസിഡന്റും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമായി ഭരണസമിതി വന്നു. പക്ഷേ ആ ഒരു ഭരണസമിതിക്ക് അധിക നാള് ആയുസ് ഉണ്ടായില്ല എന്ന് പറയാം. പിന്നെ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നം പ്രധാനമായിട്ടും ഈ ഒരു മെയ് ജൂൺ മാസത്തിലാണ് ഉരുത്തിരി വന്നിരിക്കുന്നത്. ജോയിന്റ് സെക്രട്ടറി ആയ അൻസിബ ഹസൻ ഈ ഒരു സംഘടനയിൽ നിന്ന് രാജിവെച്ചു. രാജിവെക്കാനുള്ള പ്രധാന കാരണം എന്താണ്? എക്സിക്യൂട്ടീവായ മറ്റൊരു അംഗമായ ടിനി ടോം അവരെ ജിഹാദി എന്ന് വിളിച്ച് മതപരമായി അധിക്ഷേപിച്ചു. കഥാപരമായ അപവാദ പ്രചരണം ടിനി ടോം ഈ ആരോപണങ്ങളെ പാടെ നിഷേധിച്ചു. സംഘടനക്കുള്ളിലെ തനിക്കെതിരെ ഗൂഢാചരണം നടത്തുന്നുണ്ടെന്നും ടിനി ടോം. അൻസിബ ഹസൻ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി നിയമ നടപടിയിലേക്ക് പോവുകയും ചെയ്തു. അതോടൊപ്പം നീന കുറുപ്പ്, ലക്ഷ്മിപ്രിയ എന്നിവരും പിന്നെ രംഗത്ത് വന്നു. എക്സിക്യൂട്ടീവ് അംഗം നീന കുറുപ്പ് ടിനി ടോം ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു, അസഭ്യം പറഞ്ഞു എന്നും പരാതി നൽകി. അൻസിബ ഹസൻ തന്റെ വാട്സാപ്പ് മെസ്സേജ് അയച്ചു എന്നും പറഞ്ഞ് ജനുവരിയിൽ തൃപ്പൂണിത്തറ വനിതാ പോലീസിൽ പരാതി നൽകിയിരുന്നു. അൻസിബ ഇത് വ്യാജ പരാതിയാണെന്നും തിരിച്ചടിച്ചു. ഇനി നോക്കുകയാണെങ്കിൽ സംഘടനക്കുള്ളിലെ ഭിന്നതയും നടപടികൾ, പിന്നെ ജനറൽ സെക്രട്ടറിയുമായി പിന്നീടുള്ള പോയി കുക്കു പരമേശ്വരൻ ഇവർ രണ്ടുപേരും എതിർ പാളയത്തിലേക്കായി. അതായത് നമ്മുടെ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും തമ്മിൽ ഭിന്നതയുണ്ടായി. അപ്പോ എന്താണ് ഈ രണ്ടുപേരും ഭിന്നതയുണ്ടായപ്പോൾ പിന്നെ ആ ഒരു സംഘടനയ്ക്ക്, അതായത് സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്ന് പോയാൽ മാത്രമാണ് ഒരു സംഘടനയ്ക്ക് എപ്പോഴും ഭാവി ഉണ്ടാകുന്നത്. ഇവിടെ ഏത് സംഘടനയായാലും സെക്രട്ടറി പ്ലസ് പ്രസിഡന്റ് ഇത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. സെക്രട്ടറി അംഗീകരിക്കുന്ന കാര്യങ്ങൾ പ്രസിഡന്റും കൂടി അംഗീകരിക്കണം. അല്ല എങ്കിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തമ്മിലുള്ള വലിയ ഒരു പ്രശ്നങ്ങൾക്ക് പല സംഘടനകളിലും നമുക്ക് ഇതിനു മുമ്പായിട്ടും കണ്ടിട്ടുണ്ട്. അതായത് സെക്രട്ടറിയും പ്രസിഡന്റും ഒരു സ്വരച്ചേർച്ച ഇല്ലാത്തവരാവുകയാണെങ്കിൽ ഒരു സംഘടനയും ദീർഘകാലം പോകില്ല നമുക്കറിയാം. പിന്നീടുള്ള പ്രശ്നമാണ് കുക്കു പരമേശ്വരൻ എതിർ പാളയത്തിലേക്ക് വന്നു. പിന്നീട് ഇരു വിഭാഗവും പല കാര്യങ്ങളിലേക്കും ടാർഗറ്റിലേക്ക് ചെയ്യുകയുണ്ടായി. ജനറൽ സെക്രട്ടറി ട്രഷറും നിയന്ത്രിക്കുന്നത് വരെ ആരോപണം ഉന്നയിച്ചു. പിന്നീട് ഒരു ഷോക്കോസ് നോട്ടീസ് അയച്ചു. 28 സംഘടന അൻസിബ ഹസൻ ഒരു ഷോക്കോസ് നോട്ടീസ് അയച്ചു. കുക്കു പരമേശ്വരൻ, ടിനി ടോം, ലക്ഷ്മിപ്രിയ ഷോക്കോസ് നോട്ടീസ് നൽകി. ജൂൺ 1 തൊട്ട് 3 തീയതികളിൽ വരെ ആണ് ഈ തെളിവ് സഹിതം ഹാജരാകാനും ആവശ്യപ്പെട്ടു. 5 അംഗ പാനൽ ജൂൺ 3 എക്സിക്യൂട്ടീവ് യോഗത്തിൽ ശ്വേതാ മേനോന്, കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ള 5 അംഗ പാനൽ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അൻസിബ, നീന കുറുപ്പ്, ടിനി ടോം, ലക്ഷ്മിപ്രിയ എന്നിവരുടെ പരാതികളും കൗണ്ടർ പരാതികളും ഇത് പരിശോധിക്കുമെന്ന്. പക്ഷേ അൻസിബക്ക് നീതി കിട്ടില്ലെന്ന് അൻസിബക്ക് ഉറപ്പായി. സ്വതന്ത്ര പാനൽ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മുതിർന്നവരുടെ പ്രതികരണവും സർക്കാർ നിലപാടുമാണ് പിന്നീട് നമുക്ക് നോക്കേണ്ടത്. മാലാപാർവതി ഭരണസമിതിയുടെ ഭരണപരമായ പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് ഓപ്പൺ ലെറ്ററിൽ ആവശ്യപ്പെട്ടു. പിന്നീട് നമ്മുടെ ആസിഫ് അലി പറയുകയുണ്ടായി, അമ്മക്കുള്ളിലെ പ്രശ്നങ്ങൾ അമ്മക്കുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കണം. നിവൃത്തികേട് കൊണ്ടായിരിക്കാം അൻസിബ ഈ ഒരു കാര്യം പുറത്തു പറഞ്ഞതെന്ന് ആസിഫ് അലി പറയുകയുണ്ടായി. പിന്നീടുണ്ടായത് നമ്മുടെ സാംസ്കാരിക മന്ത്രി PC വിശ്വനാഥിന്റെ ഒരു ഇടപെടലാണ്. അമ്മയിലെ പ്രശ്നം ആഭ്യന്തര കാര്യമാണ്, സംഘടന തന്നെ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ ആവശ്യമെങ്കിൽ സർക്കാർ ഇടപെടുമെന്നും PC വിശ്വനാഥ് ജൂൺ 2 തീയതി മറ്റൊരു യോഗവും വിളിച്ചു ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. മറ്റ് ആരോപണങ്ങൾ ഇങ്ങനെയാണ്. ഓഫീസ് ജീവനക്കാരി അതുല്യ, ട്രഷറർ ഉണ്ണി ശിവപാൽ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ വർക്ക് പ്ലേസ് ഹറാസ്മെന്റും അകാരണമായി പിരിച്ചുവിടലും എന്നും പരാതി നൽകിയിട്ടുണ്ട്. ഇതും പിന്നീട് അൻസിബയുടെ രംഗപ്രവേശനത്തിന് വഴിയൊരുക്കി. വീണ്ടും അൻസിബക്കെതിരെ ഉരുത്തിരിഞ്ഞു വരുന്നൊരു പ്രശ്നമുണ്ടായി. അതോടെ അൻസിബ വീണ്ടും ഈ ഒരു പ്രശ്നവുമായി രംഗത്ത് വന്നു. ട്രഷറർക്കെതിരെ, അതുപോലെ തന്നെ ടിനി ടോമിനെതിരെ കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കുന്നില്ല, വീഴ്ചയുണ്ട് എന്നൊക്കെ ആരോപിച്ചു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്
ശേഷം അമ്മയുടെ സംഘടന ആകെ തകരുകയുണ്ടായി. കാരണം ലാലേട്ടൻ ദിലീപേട്ടനൊക്കെ ഉള്ള സമയത്ത് നമുക്കറിയാം അമ്മ ഏറ്റവും ടോപ്പ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന. മറ്റ് സംഘടനകൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ അമ്മ സംഘടന പോലെ ഒരു സംഘടന ഉണ്ടാക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സ്ത്രീകൾ നേതൃത്വത്തിൽ വന്ന ഒരു സംഘടനയായി. അതായത് അമ്മ വീണ്ടും ആഭ്യന്തര കലഹത്തിന്, മതപരമായ അധിക്ഷേപത്തിന്, ശാരീരികമായ ആക്രമണത്തിന് എല്ലാത്തിനും അമ്മയെ സംഘടന ഒരു പ്രശ്നമായി മാറി. പിന്നെ ഭരണവീഴ്ചയാണ് എല്ലാത്തിനും. അതായത് ഈ ഒരു ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വരൻ എന്നീ സെക്കൻഡറി പ്രസിഡന്റുമാരുടെ ഭരണവീഴ്ചയാണ് ഈ ഒരു പ്രശ്നത്തിനൊക്കെ കാരണം എന്നും ഈ അഞ്ചംഗ പാനലും കൊണ്ട് സംഘടന പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് അമ്മ സംഘടനയിലെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ പറയുന്നത്. പരാതിക്കാരി സഹകരിക്കുന്നില്ല. ജൂൺ 21 ജനറൽ ബോഡി യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും അമ്മ സംഘടന ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ജൂൺ 21 ആവട്ടെ. അപ്പോ സംഘടനകളാവുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് അതിലുള്ള അംഗങ്ങൾക്ക്, അതായത് നമുക്കറിയാം അമ്മ സംഘടന, അതായത് അതിൽ അംഗങ്ങളായി ചേർന്നിരിക്കുന്ന എല്ലാവർക്കും മാസമാസം അവരുടെ ദൈനംദിന ചെലവുകൾക്കൊക്കെ പണം നൽകുന്നുണ്ട്. ആ ഒരു സംഘടന നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതായത് സിനിമ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ ഒരു അമ്മ സംഘടന. അത് നിലനിന്ന് പോകേണ്ടത് ആ സംഘടനയിലെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അപ്പോ ഇത് തന്നെയാണ് ഇന്ന് ഈ കണ്ണൂർ മോഡൽ ഒന്ന് വിശദമായി അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ നോക്കിയത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ